മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 35-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈः സേതുമാധാപ്യയാതോ യാതൂന്യാമർദ്യ ദംഷ്ട്രാനഖശിഖരിശിലാസാലശസ്ത്രൈः സ്വസൈന്യൈः വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാവേഗനാഗസ്ത്രബദ്ധ പതകപതി ഗരുന്മാരുതൈർമോചിതോ ഭൂഃ. ഇനി യുദ്ധം ആണ് വർണ്ണിക്കുന്നത്. വരുണനോട് യാചിച്ച് സ്ഥലം കൊടുക്കാതിരുന്നപ്പോൾ, മാർഗം കൊടുക്കാതിരുന്നപ്പോൾ വരുണന് എതിരായിട്ട് ശസ്ത്രം പ്രയോഗിക്കാനായിട്ട് തുടങ്ങി. പേടിച്ച വരുണൻ വന്ന് മാർഗം കൊടുത്തു, വഴി പറഞ്ഞു കൊടുത്തു, അതിന് ചെയ്യാനുള്ളതായിട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തു എന്നാണ്. ആ പറഞ്ഞു കൊടുത്ത വഴി മാർഗം പറഞ്ഞു കൊടുത്തത് അനുസരിച്ചിട്ട് കീശൈഹി വാനരന്മാരാൽ, കീശ വാനരൻ കുരങ്ങൻ, കീശൈഹി വാനരന്മാരാൽ ആശാന്തരോപാഹൃത ഗിരിനികരൈഹി, ആശാന്തരങ്ങളിൽ നിന്ന്, ആശ എന്ന് പറഞ്ഞാൽ ദിക്ക്, ആശാന്തരങ്ങൾ ദിഗന്ധങ്ങൾ, മറ്റ് ദിക്കുകൾ ദിഗന്ധങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിക്കുകളുടെ അറ്റം മുതൽ, അതായത് വളരെ ദൂരെ പോയിട്ട്, അടുത്തുനിന്നൊന്നുമില്ല, അങ്ങനെ വളരെ ദൂരങ്ങളിൽ നിന്നൊക്കെ. ദിഗന്ധം ചൽ ദിക്കിൻ്റെ അവസാനം വരെ, അറ്റം വരെ എന്നൊന്നും അല്ല അർത്ഥം. അങ്ങനെയുള്ള അർത്ഥമൊന്നുമില്ല. ദിഗന്ധങ്ങളിൽ നിന്ന്, നാനാദേശങ്ങളിൽ നിന്ന്, ദിഗന്ധ ആശാന്തര ഉപാഹൃതം, ആശാന്തരങ്ങളിൽ നിന്ന്, ദിഗന്ധരങ്ങളിൽ നിന്ന് ഉപാഹൃതമായ കൊണ്ടുവരപ്പെട്ടതായ, ഉപാഹൃതം കൊണ്ടുവരപ്പെട്ടത്, ആഹരിക്കപ്പെട്ടത്, എന്നുള്ളതായിട്ടുള്ള ഉപസർഗം കൂടിയുണ്ട്. ഉപാഹൃതം ആഹരിക്കപ്പെട്ടതായ, കൊണ്ടുവരപ്പെട്ടതായ, ദിഗന്ധങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതായ ഗിരിനികരൈഹി, ഗിരി പർവ്വതം, നികരം കൂട്ടം, പർവ്വത സമൂഹങ്ങളെ കൊണ്ട്, ഗിരിനികരങ്ങൾ തന്നെ, ധാരാളം പർവ്വതങ്ങൾ തന്നെ, വലിയ വലിയ കുന്നുകൾ പാറകളൊക്കെ ഉള്ളതായിട്ടുള്ള പർവ്വതങ്ങൾ തന്നെ കൊണ്ടുവന്നു എന്നാണ്. അതായത് വാനരന്മാർ പല ദിക്കുകളിലും പോയി പർവ്വതങ്ങളൊക്കെ കൊണ്ടുവന്നു. ആശാന്തരങ്ങളിൽ നിന്ന്, ദിഗന്ധരങ്ങളിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതായ ആഹൃതങ്ങളായ ഗിരിനികരൈഹി, പർവ്വത സമൂഹങ്ങളെ കൊണ്ട്, ഗിരിനികരൈഹി സേതും ആധാപ്യ, ആധാപ്യ പണി ചെയ്യിച്ചിട്ട്, ഉണ്ടാക്കിയിട്ട്, എന്തിനെ? സേതും ചിറ പടുത്തിട്ട്, ധാരാളം പർവ്വതങ്ങൾ പാറകളൊക്കെ കൊണ്ടുവന്നിട്ട് ആ പാറകളെ കൊണ്ട് ചിറപെടുത്തു സമുദ്രത്തിൻ്റെ നടുക്ക് എന്നാണ്. ആശാന്തരോപാഹൃത ഗിരിനികരൈഹി സേതും ആധാപ്യ, ചിറയെ ഉണ്ടാക്കിച്ചിട്ട്, വാനരന്മാരെ കൊണ്ട് തന്നെ, വാനരന്മാർ തന്നെ കൊണ്ടുവന്നു, അവർ തന്നെ ചിറ പടുത്തു. അങ്ങനെ വാനരന്മാരാൽ ആശാന്തരോപാഹൃത ഗിരിനികരൈഹി, ആശാന്തരങ്ങളിൽ നിന്ന്, ദിഗന്ധരങ്ങളിൽ നിന്ന് ഉപാഹൃതങ്ങളായ, കൊണ്ടുവരപ്പെട്ടതായ പർവ്വത സമൂഹങ്ങളെ കൊണ്ട്, കൂട്ടങ്ങളെ കൊണ്ട്, സേതും ആധാപ്യ, സേതുവിനെ, ചിറയെ പടുത്തിട്ട്, ഉണ്ടാക്കിയിട്ട്, യാതഹ ലങ്കാനഗരത്തിലേക്ക് പോയവനായി. അതായത് എല്ലാവരും കൂടി പിന്നെ ലങ്കയിലേക്ക് നടന്നു ചേർന്നു. യാതഹ സേതുമാധാപ്യ യാതഹ. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് യാതൂന്യാമർദ്യ ദംഷ്ട്രാനഖശിഖരി ശിലാസാലശസ്ത്രൈഹി സ്വസൈന്യൈഹി യാതൂനി ആമർദ്യ, സ്വന്തം സൈന്യങ്ങളെ കൊണ്ട് രാക്ഷസന്മാരെ മർദ്ദിച്ചിട്ട്, മർദ്ദിക്കാനുള്ളതായിട്ടുള്ള ആയുധങ്ങൾ ദംഷ്ട്രാനഖശിഖരി ശിലാസാലശസ്ത്രൈഹി, ദംഷ്ട്രകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശിഷ്ടങ്ങളായ, വിശേഷമായിട്ടുള്ളതായ പല്ലുകൾ, ദംഷ്ട്രകൾ, നഖങ്ങൾ തന്നെ, വാനരന്മാരുടെ നഖങ്ങൾ, നഖശിഖരികൾ, ശിഖരങ്ങളുള്ളത്, കൊടുമുടികളുള്ളത് പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങൾ അങ്ങനെ തന്നെ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചു എന്നാണ്. നഖശിഖരി ശിലകൾ, പാറകൾ,
ശിലാസാലങ്ങൾ, സാലവൃക്ഷങ്ങൾ വളരെ വിശേഷപ്പെട്ടതായുള്ള വൃക്ഷവിശേഷങ്ങളാണ്. വളരെ വലുപ്പത്തിൽ പനകളെ പോലെ നമ്മുടെ ഉള്ളതായിട്ടുള്ള പനകൾ, അതുമാതിരി പനകളെക്കാട്ടിലൊക്കെ ഉയരത്തിലുള്ളതായിട്ടുള്ള വൃക്ഷങ്ങളാണ് സാലവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒറ്റത്തടിയായിട്ട് പോണ വൃക്ഷങ്ങളാണ് സാലവൃക്ഷങ്ങൾ. അങ്ങനെയുള്ളതായിട്ടുള്ള ആ സാലവൃക്ഷങ്ങൾ ഒക്കെ ആയുധങ്ങളാക്കിയിട്ട് ഇവയാകുന്ന ആയുധങ്ങളെ കൊണ്ട് സുസൈന്യൈഹി തൻ്റെ സൈന്യങ്ങളായ വാനരന്മാരാൽ യാതൂനി ആമർദ്യ, യാതൂനി രാക്ഷസന്മാരെ മർദ്ദിച്ചിട്ട്, ഇവിടെ രാക്ഷസന്മാരെ വാനരന്മാരെ കൊണ്ട് മർദ്ദിപ്പിച്ചു എന്ന്. രാക്ഷസന്മാരോട് ബാക്കി സേനാനായകന്മാരല്ലാണ്ടുള്ളതായിട്ടുള്ള സാധാരണ രാക്ഷസന്മാരുണ്ടല്ലോ, അവരുടെ സൈന്യത്തിലുള്ളതായിട്ടുള്ള രാക്ഷസന്മാർ, അങ്ങനെയുള്ളതായിട്ടുള്ള രാക്ഷസന്മാരോട് പൊരുതാനായിട്ട് ഈ വാനരന്മാരായിരുന്നു ശ്രീരാമൻ്റെ സൈന്യത്തിലുള്ളതായ വാനരന്മാർ. ആ വാനരന്മാരുടെ രാക്ഷസന്മാരോട് പൊരുതാനുള്ളതായിട്ടുള്ള ആയുധങ്ങളാണ് ദംഷ്ട്ര നഖ ശിഖരി ശിലാസാല ശസ്ത്രൈഹി. ദംഷ്ട്രകൾ, നഖങ്ങൾ, ശിഖരികൾ, പർവ്വതങ്ങൾ, ശിലകൾ, പാടകൾ, സാലങ്ങൾ, സാലവൃക്ഷങ്ങൾ തുടങ്ങിയതായ ആയുധങ്ങളെ കൊണ്ട് സ്വസൈന്യൈഹി തൻ്റെ സൈന്യങ്ങളെ കൊണ്ട്, അങ്ങനെയുള്ളതായ ആയുധങ്ങളോടുകൂടിയ തൻ്റെ വാനര സൈന്യത്തെ കൊണ്ട് യാതൂനി ആമർദ്യ രാക്ഷസന്മാരെ മർദ്ദിച്ചിട്ട്, അങ്ങനെ മറ്റു രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ വാനരന്മാരാണ്. ഇനി നായകന്മാരായിട്ടുള്ളതായ രാക്ഷസ ശ്രേഷ്ഠന്മാരോട് യുദ്ധം ചെയ്യാനായിട്ട് സാനുജഹ ത്വം അനുജനോട് കൂടിയതായ അങ്ങ്, ലക്ഷ്മണനോട് കൂടിയതായ അങ്ങ് സമരഭൂമി യുദ്ധഭൂമിയിൽ പരം വിക്രമം വ്യാകുർവൻ അത്യധികം വിക്രമത്തെ കാണിച്ചിട്ട്, വ്യാകുർവൻ പ്രദർശിപ്പിച്ചിട്ട് ചെയ്തിട്ട്, വിക്രമത്തെ കാണിച്ചിട്ട് അത്യധികം വിക്രമം കാണിച്ചിട്ട്, അതായത് ബാക്കി സേനാനായകന്മാരായിട്ട് വന്ന രാക്ഷസന്മാരെയൊക്കെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടി വധിച്ചു എന്നാണ്. വ്യാകുർവൻ സാനുജസ്ത്വം, സാനുജഃ ത്വം സമരഭൂമിയിൽ പരം വിക്രമം വ്യാകുർവൻ അത്യധികമായ വിക്രമം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒടുവിൽ എന്തുണ്ടായി? ശക്രജേത്ര വേഗാത് നാഗാസ്ത്രബദ്ധ. ശക്രജേതാവായിട്ടുള്ള, ശക്രൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ, ദേവേന്ദ്രനെ ജയിച്ചവൻ ഇന്ദ്രജിത്ത്, രാവണൻ്റെ പുത്രൻ. ആ രാവണൻ്റെ പുത്രനായ ഇന്ദ്രജിത്തിനാൽ, ശക്രജേത്ര ജേതാവിനാൽ, ശക്രനെ ജയിച്ചതായ ഇന്ദ്രജിത്തിനാൽ നാഗാസ്ത്രബദ്ധ, നാഗാസ്ത്രം കൊണ്ട് ബദ്ധനായി, നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചു ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും മറ്റ് സൈന്യങ്ങളെയും ഒക്കെ ഈ നാഗാസ്ത്രം കൊണ്ട് ആരും എണീക്കാതെ കണ്ടായി എന്നുള്ളതാണ്. നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചു. അങ്ങനെ എല്ലാവരെയും നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ച ശേഷം, നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചപ്പോൾ നാഗങ്ങളുടെ ശത്രുവായിട്ടുള്ളതായ ഗരുഡൻ, ശ്രീരാമൻ്റെ വാഹനമാണ് ഗരുഡൻ, അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണല്ലോ. അപ്പോൾ ആ ഗരുഡൻ ആ വിവരമറിഞ്ഞ് യുദ്ധഭൂമിയിലെത്തി തൻ്റെ പതകപതി ഗരുന്മാരുതൈഹി, പതകപതി പതകങ്ങളുടെ, പക്ഷികളുടെ പതകം പക്ഷി, പക്ഷികളുടെ പതി രാജാവ് ഗരുഡൻ, പക്ഷികളുടെ പതിയായിട്ടുള്ള രാജാവായിട്ട് പക്ഷിരാജാവായ ഗരുഡൻ്റെ ഗരുത്ത് ചിറക്, ആ പക്ഷിരാജാവായ ഗരുഡൻ്റെ ഗരുത്ത് ചിറകിൻ്റെ വേഗം കൊണ്ട് മാരുതൈഹി ആ ചിറകുകളിൽ നിന്ന് വരുന്ന കാറ്റുകൊണ്ട്, മാരുതൻ കാറ്റ്, പതകപതി ഗരുന്മാരുതൈഹി പതകപതിയുടെ ഗരുഡൻ്റെ ചിറകിൽ നിന്ന് വരുന്നതായ കാറ്റുകൊണ്ട് മോചിത അഭൂഹു മോചിതനായി തീർന്നു. ഈ നാഗാസ്ത്രബന്ധനത്തിൽ നിന്ന് മോചിതനായി. ഈ ഗരുഡൻ്റെ കാറ്റ് വന്നപ്പോൾ തന്നെ നാഗാസ്ത്രങ്ങളെ കൊണ്ടുള്ളതായ ബന്ധനം ഇല്ലാണ്ടായി. എന്താണെന്ന് വെച്ചാൽ നാഗങ്ങളുടെയൊക്കെ ശത്രുവാണ് ഗരുഡൻ. അപ്പോൾ ആ ഗരുഡൻ്റെ ചിറകിൻ്റെ കാറ്റേറ്റപ്പോൾ ഈ നാഗാസ്ത്രബന്ധനം ഇല്ലാതായി എന്നാണ്. ആ ബന്ധനത്തിൽ നിന്ന് അങ്ങ് സൈന്യങ്ങളോടുകൂടി മോചിതനായി തീർന്നു. സൈന്യങ്ങളോടുകൂടി എന്ന് അവിടെ പറയണില്ല, പക്ഷെ സൈന്യങ്ങളോടുകൂടി കഥയിൽ പറയണത് അങ്ങനെയാണ്. നാഗാസ്ത്രങ്ങളും എല്ലാവരെയും നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ അങ്ങും അനുജനും ബാക്കി വാനരന്മാരുമൊക്കെ തന്നെ ഈ നാഗാസ്ത്രബന്ധനത്തിൽ നിന്ന് മോചിതനായി തീർന്നു ഈ ഗരുഡൻ്റെ ചിറകിൻ്റെ കാറ്റ് ഏറ്റപ്പോൾ എന്നാണ് ആ ശ്ലോകത്തിൽ അർത്ഥം പറഞ്ഞത്. ഒന്നും കൂടി ശ്ലോകം ചൊല്ലാം.
കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈः സേതുമാഹാപ്യയാതോ യാതൂന്യാമർദ്യ ദംഷ്ട്രാനഖശിഖരി ശിലാസാലശസ്ത്രൈः സ്വസൈന്യൈः വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രദേത്രാവേഗാസ്ത്രബദ്ധ പതഗപതി ഗരുന്മാരുതൈർമുചിതോ ഭൂഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. എത്തിച്ചു മർക്കടന്മാർ മലകളെ വളരെ സേതു കെട്ടിക്കടന്നു. പല്ലും കല്ലും നഖങ്ങൾ മലമരം ഇവയാൽ ദൈത്യരെ കൊന്നു സൈന്യം. നാഗാസ്ത്രാലിന്ദ്രജിത്തും രണമതിലിരുവർ നിങ്ങളെ കെട്ടിയിട്ടു. നാഗാരി കാറ്റു വീശിച്ചിറകുകളതിനാൽ മുക്തരായി രണ്ടുപേരും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.